ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വർഷമായിട്ടാണ് ഇന്ന് കറക്റ്റ് ഒരു വർഷമായി നമ്മൾ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ ഈ ഒരു വർഷത്തിനിടയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ മരിച്ചു പോയിട്ടാണ്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമായി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് ചാനലിൽ വീഡിയോസൊന്നും ഇടാതിരുന്നത്. നിങ്ങൾക്കറിയാം, മറ്റുള്ള വീഡിയോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ ശബ്ദവും അച്ഛനും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് അച്ഛനില്ലാതൊരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നാളികേരം ഇട്ടപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു വീട് നമ്മൾ വിറ്റുട്ട അച്ഛൻ്റെ മരണശേഷം നമ്മൾ കുറച്ച് കടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീട് നമ്മൾ വിറ്റു. ഇപ്പം നമുക്ക് ഈ ഒരു വീടില്ല കേട്ടോ. അപ്പോൾ അമ്മയാണ് നാളികേരമൊക്കെ പറക്കി കൂട്ടണത് കേട്ടോ. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അമ്മ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിക്കോട്ടെ. അപ്പോൾ അമ്മയ്ക്കൊന്ന് മൈൻഡൊന്ന് ഫ്രീ ആവുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇനിയോട്ട് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി നമ്മൾ ഇടുന്ന വീഡിയോസ് നമ്മുടെ വാടക വീട്ടിൽ നിന്നുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് നമ്മുടെ വാടക വീട്ടിലാണ്. പുതിയ വീടാണ്, പുതിയ വാടക വീട്ടിലാണ് കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം വീടായിരുന്നു. ഇപ്പോൾ ഈ വീട് നമുക്കില്ല. നമ്മളത് വേറൊരാൾക്ക് വിറ്റ് വീടാണ് കേട്ടോ. അപ്പോൾ ഈ വീട് നിങ്ങൾ പല വീഡിയോസിലും മുമ്പത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് വീഡിയോസൊക്കെ കാണാറുണ്ട്, കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഷോക്ക് ഉണ്ടായപ്പോൾ അച്ഛൻ പെട്ടെന്ന് പോയപ്പോൾ പിന്നെ നമുക്ക് വീഡിയോസ് ഇടാനൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായി. പിന്നെ വേണ്ടെന്ന് വെച്ച കാരണമാണ് നമ്മൾ വീഡിയോസ് ഇടാതിരുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെയിലി നമ്മൾ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും തീർച്ചയായിട്ടും പറയണം. മെയിനായിട്ടൊരു ഉദ്ദേശം അമ്മേനൊന്ന് എൻഗേജ്ഡ് ആക്കുക, അമ്മേനൊന്ന് ഫ്രീ ആക്കുക. ഇപ്പം അമ്മ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾ നല്ലൊരു കമൻറ്റ് പറയുക, എന്തെങ്കിലും കറി വയ്ക്കണമെന്നാലും ഇട്ടിട്ട് നിങ്ങൾക്കത് ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലൊരു സന്തോഷമാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ മറന്നു പോകും. അപ്പോൾ മറക്കാൻ പറ്റില്ല ഒരിക്കലും, വന്നാലും ഒന്ന് റിലാക്സ് ആവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ വീണ്ടും ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഡെയിലി മാക്സിമം വീഡിയോസ് ഇടാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇപ്പം നാളികേരത്തിനൊക്കെ നല്ല വില കൂടിയിരിക്കുന്ന സമയമാണല്ലോ. ഇപ്പം നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ നാളികേരം പൈസ കൊടുത്ത് വാങ്ങുന്നത്. ഇത്ര നാളും നമുക്ക് ഇതിൻ്റെ വിലയൊന്നും അറിയില്ലായിരുന്നു. നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടല്ലേ, നിറയെ നാളികേരം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാരണം നമുക്ക് അതിൻ്റെ വിലയൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ശരിക്കും അതിൻ്റെ വില ഇതിൻ്റെ മാത്രമല്ല, അച്ഛൻ മരിച്ചതിന് ശേഷം പല കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നിനൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല.